ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത CBI അന്വേഷണ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. ഡിസ്മിസ്ഡ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. അതായത് ഈ CBI പറഞ്ഞോളൂ CBI അന്വേഷണം ആവശ്യം തള്ളി, കുടുംബത്തിന്റെ ആവശ്യം CBI വരണമെന്നതായിരുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിത അന്വേഷണമായിരിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ശ്രീകാന്തിനോട് ചോദിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ കോടതി വാദം പറഞ്ഞ് കോടതി വൈൻഡപ്പ് ചെയ്യുന്നത് ഇത്തരത്തിൽ അപൂർവമായ സന്ദർഭങ്ങൾ മാത്രമേ CBI അന്വേഷണം ഉണ്ടാവാറുള്ളൂ എന്നുള്ളതാണ്. അതെന്തായാലും ഒരു സൂചന തന്നെയായിരുന്നു. ശ്രീകാന്ത് അല്ലേ, കോടതിയുടെ ആ നിരീക്ഷണം സൂചനയായിരുന്നു, CBI അന്വേഷണം ഇല്ല? നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഹാഷ്മി ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഈ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. കോടതി ഒരു കാര്യം പറഞ്ഞത്, പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ആ കേസ് കോടതി തീർപ്പാക്കിയിരിക്കുന്നു, ആ ഹർജി കോടതി തീർപ്പാക്കിയിരിക്കുന്നു. CBI അന്വേഷണം വേണം എന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ, അതിൽ നിന്ന് നമുക്ക് ആ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ കേസ് കോടതി തള്ളാൻ പോകുന്നു എന്ന് തന്നെയായിരുന്നു. പക്ഷേ മുൻകൂർ നമുക്ക് ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്യുക സാധ്യമായിരുന്നില്ല. കോടതിയുടെ തീരുമാനമാണ്, അത് അന്തിമമാണ്. കോടതി ഇപ്പോൾ പറയുന്നത് ഇതിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പറയുന്നത് ആ കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കോടതി വെച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നു. ആ കേസിൽ ആ കുടുംബത്തിന് അനുകൂലമായ വിധിയല്ല കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ കോടതി ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ, ചില നിരീക്ഷണങ്ങൾ അവരോട് ചോദിച്ചിരുന്നു. ആ നിരീക്ഷണത്തെ സാധൂകരിക്കുന്ന, കോടതിയുടെ ആ നിരീക്ഷണത്തിന് അടിവരയിടുന്ന വിധിയാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹാഷ്മി, ശ്രീകാന്ത്, പോസ്റ്റ്മോർട്ടം ശരിയായ രീതിയിലല്ല നടത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. ആ ആവശ്യം പരിഗണിച്ചില്ല. കഴുത്തിൽ പാടുണ്ടെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടുണ്ട്, എന്നാൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല. വിവരാവകാശ അപേക്ഷകൾക്ക് സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. തുടങ്ങി ശരിയായ കുറേ അധികം സംശയങ്ങൾ, ആ കുടുംബത്തിൻ്റെ ആകുലതകളാണ് ആ കുടുംബം കോടതിയെ അറിയിച്ചത്. CBI അന്വേഷണം ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഈ കുടുംബം ഉന്നയിക്കുന്ന ഓരോ കൺസേൺസിലും ആകുലതകളിലും കൃത്യമായ പരിശോധന വേണം എന്നുകൂടി അന്വേഷണ സംഘത്തോട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് കോടതി, അല്ലേ ശ്രീകാന്ത്? പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ അത് കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഓരോന്നായി പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് വരുമ്പോൾ നമുക്കത് എന്തൊക്കെയാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് മനസ്സിലാകും. ഈ CBI അന്വേഷണ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഈ കേസ് കോടതി ഇപ്പോൾ തീർപ്പാക്കിയത്. ഹാഷ്മി, ഇത് നേരത്തെ തന്നെ കോടതിയുടെ ചില പരാമർശങ്ങളിൽ ഇത് തള്ളും എന്ന സൂചനയുണ്ടായിരുന്നു. അത് ഇപ്രകാരമാണ്: നവീൻ ബാബുവിൻ്റേത് കൊലപാതകമെന്ന് സംശയിക്കാൻ എന്താണ് കാരണം എന്ന് കുടുംബത്തോട് കോടതി ചോദിച്ചിരുന്നു. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ആശങ്കപ്പെടാൻ പ്രതി രാഷ്ട്രീയ നേതാവാണ് എന്നതിലുപരി മറ്റു കാരണങ്ങളുണ്ടോ എന്നൊരു ചോദ്യം കോടതി ചോദിച്ചു. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ തെളിവ് വേണം എന്ന് കോടതി പറയുകയുണ്ടായി. ഉന്നത ഉദ്യോഗസ്ഥന് മേൽനോട്ട ചുമതല നൽകിയാൽ മതിയോ എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിച്ചിരുന്നു. അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ CBI അന്വേഷണം ആവശ്യമുള്ളൂ എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഒരു കോടതി പറയുമ്പോൾ, പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ, നിരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കേസിന് എന്ത് സംഭവിക്കും എന്ന് നേരത്തെ തന്നെ ഏറെക്കുറെ റീഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. CBI അന്വേഷണ ആവശ്യം തള്ളി. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന് SITക്ക് കോടതി ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിലൊന്ന്, അവരുടെ ആക്ഷേപങ്ങൾ കണക്കിലെടുത്ത് വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തൊട്ടു പിന്നാലെ പറഞ്ഞത്, ഇതിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ നിർവാഹമില്ല, അനുവദിക്കാനാകില്ല, ഇത് തള്ളുന്നു, ഈ കേസ് തീർപ്പാക്കുന്നു. ഇതാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഉത്തരവ്. അതോടൊപ്പം അന്വേഷണ സംഘം വന്നുകൊടുത്ത സത്യവാങ്മൂലങ്ങളിലൊന്ന് ഈ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കാനുള്ള കാരണങ്ങളില്ല എന്നൊക്കെ പ്രത്യേക അന്വേഷണം വന്ന് പറഞ്ഞിരുന്നു. അതിന് അവർ പറഞ്ഞത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴി, സാക്ഷിമൊഴി, സാഹചര്യ തെളിവുകൾ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് കൊലപാതകമാണെന്ന് സംശയം ഉന്നയിക്കാൻ കാരണമില്ല എന്നതടക്കം എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നതാണ്. കോടതി അതുകൂടി മുഖവിലേക്ക് എടുക്കുന്നുണ്ട് ശ്രീകാന്ത്, അല്ലേ? സ്വാഭാവികമായും ആ കുടുംബത്തിന്റെ ആശങ്ക, ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട്, ആ കുടുംബത്തിന്റെ ആശങ്കകൾ അത് കോടതി മുഖവിലക്കെടുക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, അവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അവരുന്നയിച്ച സംശയങ്ങൾ, അവർ പറയുന്ന ആകുലതകൾ അതുകൂടി പ്രത്യേക അന്വേഷണ സംഘം മുഖവിലക്കെടുക്കണം, അതിൻ പ്രകാരം അന്വേഷണം ഉണ്ടാകണം
എന്ന് പറയുന്നുണ്ട്. ഏജൻസിയുടെ മാറ്റം ആവശ്യമില്ല എന്നാണ് കോടതി പറയുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ അന്വേഷിച്ചാൽ മതിയാകും. അതിൽ CBI അന്വേഷണത്തിൻ്റെതായ ഒരു ആവശ്യവുമില്ല. പക്ഷേ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്യേണ്ട കാര്യം അവരുന്നയിച്ച ആശങ്കകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആയിരിക്കണം അന്വേഷണം നടത്തേണ്ടത് എന്ന് പറയുന്നു. അതായത് ഇത് കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന കുടുംബത്തിന്റെ ഒരു ആരോപണമുണ്ട്. അതിന്മേൽ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളത് കോടതി ഉദ്ദേശിച്ചിരിക്കാം. ഒപ്പം തന്നെ ഈ അടിവസ്ത്രത്തിലടക്കം കണ്ട രക്തക്കറയുടെ കാര്യങ്ങൾ അത് പറയുന്നു.